നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. യുവതിയെ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയി കഞ്ചാവ് വലിപ്പിക്കുകയും ശാരീരികമായി അപമാനിക്കുകയും ചെയ്യാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ കീഴ്വൈപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കവർച്ച, മോഷണം, ബലാത്സംഗം, പോക്സോ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കല്ലൂപ്പാറ കടമാൻകുളം ചാമക്കുന്ന് കോളനിയിൽ പ്രവീൺ എന്ന് വിളിക്കുന്ന ബസലേൽ സി മാത്യു 37 വയസ്സ്, തിരുവല്ല യമുന നഗർ ദർശന ഭവനം വീട്ടിൽ സ്റ്റോയി വർഗീസ് 30 വയസ്സ് എന്നിവരെയാണ് കീഴ്വൈപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 3 വൈകിട്ട് 4:15 കടമാൻകുളം ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിന് സമീപം റോഡിൽ നിന്ന് യുവതിയെ ഒന്നാം പ്രതിയായ പ്രവീൺ ബലം പ്രയോഗിച്ച് കാറിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയത്. കവിയൂർ ഞാലിക്കണ്ടം പെരുന്തുരുത്തിയിലേക്കാണ് കാർ ഓടിച്ചു പോയത്. പിൻ സീറ്റിലിരുന്ന ഇയാൾ വെള്ളക്കടലാസിൽ പൊതിഞ്ഞ കഞ്ചാവ് വലിക്കാൻ യുവതിയോട് ആവശ്യപ്പെട്ടു. നിരസിച്ചപ്പോൾ യുവതിയുടെ ശരീരത്തിൽ കയറിപ്പിടിച്ച് അപമാനിച്ചു. തുടർന്ന് രണ്ടാം പ്രതി സ്റ്റോയി വർഗീസ് കയ്യിലിരുന്ന കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി കഞ്ചാവ് വലിപ്പിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. പ്രവീണിനൊപ്പം യാത്ര പോയില്ലെങ്കിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് വൈകിട്ട് 6:30 കല്ലൂപ്പാറ പ്രതിഭാ ജംഗ്ഷനിൽ യുവതിയെ ഇറക്കിവിടുകയായിരുന്നു. പിറ്റേന്ന് വൈകിട്ട് ഇതേ സമയം 2-3 പ്രതികൾ കാറിലെത്തി കല്ലൂപ്പാറയിൽ വെച്ച് യുവതിയെ അസഭ്യം വിളിക്കുകയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തെപ്പറ്റി ഈ മാസം 7 കീഴ്വൈപ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി യുവതി പരാതി നൽകുകയായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച കാറിനെപ്പറ്റി അന്വേഷിച്ചെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ഇതോടെയാണ് അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ആടുകളെ മോഷ്ടിച്ച് കടത്തിയ കേസിൽ പിടികൂടിയ പ്രതി ഈ കേസിലെ 2ാം പ്രതിയാണെന്ന വിവരം ലഭിച്ചത്. റിമാൻഡിൽ കഴിഞ്ഞുവരുന്ന ഇയാളുടെ അറസ്റ്റിനായി കീഴ്വൈപ്പൂർ പോലീസ് അടൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അനുവാദം ലഭിക്കുകയും തുടർന്ന് ഈ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.